പത്തനംതിട്ട കൊടുമണ്ണിൽ റോഡ് കയ്യേറ്റത്തെ ചൊല്ലി മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫും കോൺഗ്രസ് പ്രവർത്തകരും നേർക്കുനേർ. കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ റോഡ് അളക്കാനെത്തിയ ജോർജ് ജോസഫിനെ പ്രവർത്തകർ തടഞ്ഞു. ഞാൻ ആരുടെയും ഓഫീസ് അളക്കാൻ ചെന്നില്ലല്ലോ. റോഡ് അളക്കാൻ ആർക്കും വലിയ അവകാശമില്ലേ? ഞാൻ ഈ കെട്ടിടം പൂർണ്ണമായി അവരുടെ പേരിൽ നൽകിയേക്കാം. കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ഈ ഡ്രെയിനേജിന് പുറത്ത് കിടക്കുന്ന സ്ഥലം എൻ്റെതല്ല, PWDയുടെയാണ്. അവർക്ക് അതിലെ വേണമെങ്കിൽ ഇതിലെ വേണമെങ്കിൽ ഇതിലെ വേണമെങ്കിലും ഡ്രെയിനേജ് ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. ഒരു വഴി അളക്കണ്ട. പാർട്ടി ഓഫീസിന്റെ മുന്നിലെ വഴി അയക്ക് അളക്കാനുള്ള അധികാരമില്ല. കോൺഗ്രസിന്റെ ഞങ്ങൾ കയ്യും കെട്ടി നിന്നു കൊടുക്കാം. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വന്ന് അളക്കട്ടെ. ജോർജിക്ക് ആരധികാരം കൊടുത്തു ഇത് അളക്കാൻ? ജോർജിക്ക് ആരധികാരം കൊടുത്തു? വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഇതിനകത്ത് പുതുവലുണ്ടെങ്കിൽ അവനെ ഇളക്കാം. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു. ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് വേണ്ടി സംസ്ഥാന പാതയോട് ചേർന്ന ഓടയുടെ ഗതി മാറ്റിയെന്ന വിവാദത്തെ തുടർന്നാണ് നാടകീയ രംഗങ്ങൾ ഇന്ന് അരങ്ങേറിയത്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചെയ്യുന്ന ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീത്ത്, ഇന്ന് കൊടുമണ്ണിൽ കണ്ടത് നാടകീയ സംഭവങ്ങളാണ്, നാടകീയ രംഗങ്ങളാണ്. അവിടെ ഇരുപക്ഷത്തായി നിന്നുകൊണ്ടുള്ള വാക്കേറ്റവും ഒക്കെ നമ്മൾ കണ്ടു. ഈ വെല്ലുവിളി സ്വീകരിച്ച് ജോർജ് ജോസഫ് രംഗത്തെത്തിയതാണ് കോൺഗ്രസ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. എന്താണ് ഇരുപക്ഷത്തിന്റെയും വാദം? ഒപ്പം വിവാദം എങ്ങനെയാണ് ഇപ്പോൾ അവിടെ ചൂടുപിടിക്കുന്നത്? പ്രജിൻ, നാടകീയ സംഭവങ്ങൾ എന്ന് അക്ഷരാർത്ഥത്തിൽ വിളിക്കാവുന്ന രാഷ്ട്രീയ നാടകീയ സംഭവങ്ങൾ തന്നെയാണ് പത്തനംതിട്ട കൊടുമണ്ണിൽ ഇന്ന് അരങ്ങേറിയത്. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം അതിനുവേണ്ടി ഓടയുടെ അലൈൻമെന്റ് മാറ്റിയെന്നാരോപിച്ച് കൈപ്പട്ടൂർ ഏഴംകുളം റോഡിന്റെ ഓട നിർമ്മാണം CPIഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായ KK ശ്രീധരൻ ആദ്യം തടഞ്ഞിരുന്നു. തുടർന്ന് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അതിനുശേഷം ജോർജ് ജോസഫ് കോൺഗ്രസാണ് പുറമ്പോക്ക് ഭൂമി കയ്യേറിയിട്ടുള്ളത്, താൻ ഏതാണ്ട് 17 മീറ്റർ വീതി സ്ഥലം റോഡിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്, അതിൽ തന്റെ ഭൂമിയിൽ മാത്രമാണ് താൻ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്ന് കൃത്യമായ രീതിയിൽ ജോർജ് ജോസഫ് ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പിന്നീട് പരാതിയായി. ഇന്നെന്തായാലും ലാൻഡ് റവന്യൂ തഹസിൽദാർ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ മേഖലയിൽ ഒരളവിനായി എത്തിയിരുന്നു. മറ്റൊരു മേഖലയിൽ അളവ് നടക്കുന്നതിനിടെയാണ് രാവിലെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗവും അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള അജികുമാർ രണ്ടാംകുറ്റി വലിയൊരു വെല്ലുവിളി നടത്തുന്നത്. ജോർജ് ജോസഫിന്റെ സ്ഥലം പുറമ്പോക്ക് ഭൂമിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് പുറമ്പോക്ക് ഭൂമിയിലല്ല, അങ്ങനെ പുറമ്പോക്ക് ഭൂമിയിലാണ് എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു എന്നായിരുന്നു അജികുമാർ രണ്ടാംകുറ്റിയുടെ ഒരു വെല്ലുവിളി. എന്തായാലും മാധ്യമങ്ങൾ ഇത് വാർത്ത നൽകിയതോടുകൂടി ജോർജ് ജോസഫ്, മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് അവിടേക്ക് എത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് അളന്ന് തിട്ടപ്പെടുത്തിയ സ്ഥലം കൃത്യമായ രീതിയിൽ അളന്ന് മാർക്ക് ചെയ്ത് മാധ്യമങ്ങളെ കാണിക്കുകയായിരുന്നു. അത് 17 സെന്റും തെക്കുഭാഗത്ത് 17 മീറ്ററും തെക്കുഭാഗത്ത് 15 മീറ്ററുമായിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത കോൺഗ്രസ് ഓഫീസിന്റെ മേഖലയിലേക്ക് അവിടെ ആ റോഡ്, അതിന് മുന്നിലെ റോഡ് അളക്കാൻ അദ്ദേഹം എത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ജോർജ് ജോസഫിനെ തടയുകയായിരുന്നു. റവന്യൂ ഉദ്യോഗസ്ഥരാണ് അളക്കേണ്ടത്, ജോർജ് ജോസഫിന് റോഡ് അളക്കാൻ അധികാരമില്ല. കോൺഗ്രസ് ഓഫീസ് താൻ അളന്നിട്ടില്ല, അതിന് മുൻവശത്തെ റോഡാണ്, അതൊരു പൊതുജനമാണ്. മാധ്യമങ്ങൾ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത തനിക്കുണ്ട് എന്ന് പറഞ്ഞ് ജോർജ് ജോസഫ് തിരിച്ചടിച്ചു. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ കുറച്ചു നിന്നു. ആ അളക്കാൻ വന്ന ആളുകളെ പൂർണ്ണമായി അവിടെ നിന്ന് തള്ളി മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അതിനുശേഷവും രാഷ്ട്രീയ വിവാദങ്ങൾ അടങ്ങുന്നില്ല. കോൺഗ്രസ് ഈ വിഷയത്തിൽ ജനകീയ സമരം നടത്തുമെന്ന് പറയുന്നു. കോൺഗ്രസിന്റെ ആ മേഖലയിൽ 15.4 മാത്രമാണ്, 23 മീറ്ററോളം വീതി വേണ്ട സ്ഥലത്ത് കൃത്യമായ രീതിയിൽ 15.4 മാത്രമാണ് ജോർജ് ജോസഫ് കൊണ്ടുവന്ന ടേപ്പിൽ അളന്ന് തിട്ടപ്പെടുത്തിയപ്പോൾ കാണിച്ചത് എന്നതും കാണാതെ. എന്തായാലും രാഷ്ട്രീയ വിവാദങ്ങൾ ചൂടുപിടിക്കുകയാണ് വലിയ തോതിൽ. അടുത്ത ദിവസം പത്തനംതിട്ടയിൽ ശ്രീകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.